ഹായ് ഡിയർ ഫ്രണ്ട്സ്, അസ്സലാമു അലൈക്കും, നമസ്കാരം. അപ്പം നമ്മുടെ ഇന്നത്തെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പം ഇന്ന് നമ്മൾ രാവിലത്തെ കുറച്ച് വിശേഷങ്ങളുമായിട്ടാണ് വരുന്നത്. അപ്പോൾ രാവിലെ ചായക്ക് കടിയിൽ നിന്ന് പുട്ടാണ്. അപ്പോൾ പുട്ടും പൊടി കഴിഞ്ഞിരിക്കുന്നത്. അപ്പോൾ പത്തിരിപ്പൊടി വെച്ചുകൊണ്ട് എങ്ങനെ പുട്ട് തയ്യാറാക്കി എടുക്കുക എന്നുള്ള രീതിയാണ് ഇവിടെ കാണിക്കുന്നത്. അപ്പോൾ 2 കപ്പ് പത്തിരിപ്പൊടി എടുത്തുകൊണ്ട് അതിലേക്ക് ഒരു 3/4 കപ്പ് ചോറും കുറച്ച് വെള്ളവും കുറച്ച് ഉപ്പ് ഇട്ടുകൊണ്ട് മിക്സിൻ്റെ ജാറിൽ അരച്ചെടുത്തു. ഈ ചോറ് അരച്ചെടുത്തത് നമ്മൾ പത്തിരിപ്പൊടിയൊക്കെ ഇങ്ങനെ കുറച്ച് ഇങ്ങനെ മിക്സ് ചെയ്തുകൊണ്ട് ഇങ്ങനെ കുഴച്ചെടുക്കുക. അപ്പോൾ നമ്മളെ പുട്ടുപൊടി ഉണ്ടല്ലോ, ആ രീതിയിൽ ആയി വരുമ്പോൾ നിർത്തുക. അപ്പോൾ ഇങ്ങനെ കുഴച്ചിങ്ങനെ കുറച്ച് ഇങ്ങനെ ഒഴിച്ചു കൊടുത്തുകൊണ്ട് ഇങ്ങനെ കുഴച്ചെടുക്കുക. അപ്പോൾ നമ്മൾ 3-4 ദിവസമായില്ലേ വീഡിയോ ഒക്കെ ചെയ്തിട്ട്. അപ്പോൾ കുറേ ആൾക്കാരിനെ വിളിച്ച് അന്വേഷിച്ചു കേട്ടോ. എന്നെ അറിയുന്ന ആൾക്കാരും എൻ്റെ നമ്പറുള്ള ആൾക്കാരൊക്കെ വിളിച്ചുകൊണ്ട് ചോദിച്ചു എന്ത് പറ്റിയെന്നുള്ളത്. അപ്പോൾ ഞാൻ ഹോസ്പിറ്റലിൽ മോനെയും കൊണ്ട് അഡ്മിറ്റാണ്. അപ്പോൾ നമ്മൾ ആദ്യം ഉണ്ടല്ലോ, അതിലത്തെ ആദൂനെയും കൊണ്ട് ഹോസ്പിറ്റലിൽ ഒരു 4 ദിവസമായിപ്പോൾ അഡ്മിറ്റായിട്ട്. അപ്പോൾ ഇതൊക്കെ അതിൻ്റെ മുന്നേ എന്നോ എടുത്ത് വെച്ച വീഡിയോ ആണ് കേട്ടോ. അതാണ് ഇപ്പോൾ ഞാൻ അപ്ലോഡ് ആക്കുന്നത്. അപ്പോൾ പുതിയ ആൾക്കാർ കാണുന്നുണ്ടെങ്കിൽ അവർക്ക് ആദ്യം ഏതാണെന്ന് അറിയില്ല. അപ്പം എൻ്റെ ചെറിയ മക്കൾ ട്വിൻസാണ്. അവരിൽ ഒരാൾക്ക് പനിയും അതേപോലെ തൊണ്ടക്ക് പഴുപ്പും ടോൺസസിൻ്റെ ഒരു മുഴ പോലെ സൈഡിൽ ഇങ്ങനെ വന്നു. അതേപോലെ മൂക്കിൻ്റെ ഉള്ളിൽ ദശ വന്നു. അങ്ങനെ എന്തിനാ പറയണത്, കുറച്ച് ചൊറയങ്ങാണ്ട് അങ്ങനെ നമ്മളെ വടവറം ഹോസ്പിറ്റലുണ്ടല്ലോ, ന്യൂ ലൈഫ്, അവിടെയാണ് അഡ്മിറ്റ്. ഇവർക്ക് എന്തെങ്കിലും അസുഖമൊക്കെ വന്നാൽ ഞാൻ പെട്ടെന്ന് നമ്മളെ കരുളായുണ്ട് ജാവിദ് ഡോക്ടർ, കുട്ടികളെ സ്പെഷ്യലിസ്റ്റാണ്, അവരെയാണ് കാണിക്കൽ. അപ്പം അവരാണ് ഇങ്ങോട്ട് നാസർ ഡോക്ടറുണ്ട് വണ്ടൂരും, അതേപോലെ നമ്മളെ വടവറത്താണ് അയാൾ ചികിത്സിക്കുന്നത്. അപ്പോൾ അവിടേക്കാണ് എഴുത്ത് തന്നത്. അപ്പോൾ അവിടെയാണ് ഞങ്ങൾ 3-4 ദിവസമായിട്ട് അഡ്മിറ്റാണ്. അപ്പോൾ ഞാൻ ഈ വോയിസ് കൊടുക്കുന്നതും ഹോസ്പിറ്റലിൽ നിന്നാണ് കേട്ടോ. അതും നല്ല ഉറക്കത്തിലാണ്. അപ്പോൾ ഞാനിങ്ങനെ വോയിസ് കൊടുത്ത് നോക്കിയതാണ് എന്താണ് ഇവിടുത്തെ അവസ്ഥ എന്നുള്ളത്. സൗണ്ടൊക്കെ ഉണ്ടെങ്കിൽ എല്ലാവരും ക്ഷമിക്കുക. അപ്പോൾ ഞാൻ പറഞ്ഞില്ലേ, ഇതെന്നോ കുറച്ച് ദിവസം മുന്നേ എടുത്ത വെച്ച വീഡിയോ ആണ് കേട്ടോ. അപ്പോൾ എല്ലാവരും വീഡിയോ മുഴുവനായിട്ട് സ്കിപ്പ് ചെയ്യാതെ ഒന്ന് കണ്ടു നോക്കുക. എന്തായാലും മോനിപ്പോൾ കുറഞ്ഞ് വരുന്നുണ്ട്. പിന്നെ നമ്മൾ പുട്ടുപൊടി കുഴച്ചിട്ട് ഇങ്ങനെ നമ്മൾ പുട്ടിനിങ്ങനെ കുഴച്ചെടുക്കില്ല, അതേമാതിരി ഇങ്ങനെ എന്താ പറയുക, കൈ കൊണ്ട് ഇങ്ങനെ പ്രസ് ചെയ്ത് വെക്കുക. അപ്പോൾ അങ്ങനെ പ്രസ് ചെയ്തിട്ട് ഇങ്ങനെ പൊട്ടി വരുന്നുണ്ടെങ്കിൽ നമ്മളെ പൊടി തയ്യാറായി നടത്തട്ടോ. ഇനി നമുക്ക് തേങ്ങയൊക്കെ ഇട്ടുകൊണ്ട് അങ്ങനെ ചുട്ടെടുക്കുക. ഞാൻ കുറച്ച് അങ്ങനെയും ചുട്ടെടുക്കുന്നുണ്ട്, കുറച്ച് പായാക്കിങ്ങാണ്ട് അങ്ങനെയും ചുട്ടെടുക്കുന്നുണ്ട്. പിന്നെ അതിൻ്റെ മുന്നേ നമ്മളെ മിതുണ്ടല്ലോ, മിതു കുറച്ച് ദിവസം മുന്നേ സൈക്കിൾ വന്ന് വീണുങ്ങാണ്ട് അങ്ങനെ അവൻ്റെ മുഖത്തിന് ആകെ പരിക്കായിങ്ങാണ്ട് അങ്ങനെ കുറച്ച് ദിവസം അങ്ങനെ ഉണ്ടായിനി. അപ്പോൾ എന്താ പറയുക, ഹോസ്പിറ്റൽ കേസ് വന്നപ്പം ഒക്കെപ്പാടൊപ്പം വന്നു. ഓന് ഇപ്രാവശ്യത്തെ പരീക്ഷ ഒന്നും എഴുതിയിട്ടില്ല. 1-2 പരീക്ഷ മാത്രമേ എഴുതിയിട്ടുള്ളൂ, ബാക്കിയൊന്നും ഓനും എഴുതാൻ കഴിഞ്ഞിട്ടില്ല. അപ്പോൾ എൻ്റെതും ഇപ്പോൾ കുറവായി വന്നിക്കണ്. അത് കഴിഞ്ഞപ്പോഴാണ് കുറവായി ഇങ്ങനെ വന്നപ്പോഴാണ് ആദൂനിങ്ങനെ വന്നത്. അപ്പോൾ അതും ഞാനും ഹോസ്പിറ്റലും ആദ്യം എൻ്റെ വീട്ടിലാണ് കേട്ടോ. മറ്റേ മക്കളെല്ലാവരും ഉണ്ട്, ഭാവിയും ഇതൊക്കെ എൻ്റെ വീട്ടിലാണ്. ഒരു 2 ആദ്യമായിട്ടാണ് അങ്ങനെ പിരിഞ്ഞ് നിൽക്കണത്. ഏതായാലും ആദ്യമൊക്കെ കുഴപ്പമൊന്നുമില്ല. അപ്പോൾ അവരങ്ങനെ അവിടെ നിൽക്കുന്നുണ്ട്, ഞങ്ങളിങ്ങനെ ഹോസ്പിറ്റലിലുമാണ്. ഹോസ്പിറ്റലിൽ രാത്രി നാണിപ്പാക്കിയ മോനും അങ്ങനെ ആരെങ്കിലും ഒരാളുണ്ടാവും. പകലും എന്തെങ്കിലും ചായയും കഞ്ഞിയും വെള്ളമൊക്കെ അങ്ങനെ കൊണ്ടുവന്നിരുന്നെങ്കിൽ ആരെങ്കിലും ഒരാൾ വേണമല്ലോ. അപ്പോൾ അങ്ങനെ ആരെങ്കിലും ഒരാൾ എൻ്റെ അടുത്തും ഉണ്ടാവും. എന്താ പറയല്ലേ, ഇപ്പം നമ്മളെ കേക്കിൻ്റെ സീസണാണല്ലോ. നമ്മളെ ക്രിസ്മസും കാര്യങ്ങളൊക്കെ ആയിട്ട് കുറേ കേക്ക് ഞാൻ ക്യാൻസലാക്കേണ്ടി വന്നു. കുറേ ഞാൻ വേറെ ആർക്കെങ്കിലും കൊടുക്കും. അങ്ങനെയൊക്കെ ആയിട്ട് അങ്ങനെ പോണ്. അതേപോലെ കേറ്ററിങ്ങിനും നല്ല ഓർഡർ ഉണ്ട്, അതും വേറെ ആൾക്കാരെ നമ്പർ കൊടുക്കും. അങ്ങനെയൊക്കെ ആയിട്ട് അങ്ങനെ പോണ്. അതിന് മൂക്കിൽ ദശ വന്നിട്ട് രാത്രി ഉറങ്ങാനൊക്കെ നല്ല ബുദ്ധിമുട്ടായി, നല്ല കൂർക്കം വലിയും ഒക്കെ ഇനി. അപ്പോൾ അങ്ങനെ ഡോക്ടറെ കാണിച്ചപ്പോഴാണ്, പനി വന്നപ്പോൾ ഡോക്ടറെ കാണിച്ചു. സൗണ്ടിനൊക്കെ ഒരു മാറ്റം വന്നു. അതേപോലെ ജലദോഷമൊന്നും ഇല്ലാത്തന്നെ സൗണ്ടിന് മാറ്റം വന്നപ്പോൾ അപ്പോൾ ഡോക്ടർ പറഞ്ഞിങ്ങനെ എൻഡോസ്കോപ്പ് എടുക്കണമെന്ന് പറഞ്ഞ് ഞങ്ങൾ അൽഷിഫ പെരിന്തൽമണ്ണ ഉണ്ടല്ലോ, അവിടെ പോയി ENT കാണിച്ചു. എൻഡോസ്കോപ്പ് എടുത്തപ്പം 90% ദശയുണ്ട്. അപ്പം അങ്ങനെ അതിൻ്റെ ട്രീറ്റ്മെൻറ്റും നടക്കുന്നുണ്ട്. പനീൻ്റെ കഫ്കട്ടിൻ്റെയും അതും നടക്കുന്നുണ്ട്. അപ്പം അങ്ങനെ ഞായറാഴ്ച മൂക്കിലൊരു സ്പ്രേ തന്നിക്കണം, അത് അടിച്ചിട്ട് 6 ആഴ്ച കഴിഞ്ഞിട്ട് ചെല്ലാൻ പറഞ്ഞതാണ്. അപ്പം അങ്ങനെയാണ് എൻ്റെ കാര്യങ്ങളൊക്കെ പോണ പോക്ക്. അങ്ങനെ പത്തിരിപ്പൊടി വെച്ചുകൊണ്ട് പുട്ടൊക്കെ ചുട്ടെടുത്തിക്കണം കേട്ടോ. പിന്നെ ഞാൻ പുട്ടക്ക് കറിയൊന്നും ഉണ്ടാക്കിയെടുത്തിട്ടില്ല. നാണിപ്പാക്കാക്ക് പിന്നെ കറിയൊന്നും വേണ്ട. അപ്പോൾ ഞാൻ പഴമൊന്നും ഇല്ലാതെ അങ്ങനെ പുട്ട് തയ്യാറാക്കിയെടുത്തു. മക്കൾക്ക് കറി നിർബന്ധമാണ്, പഴമോ കറി എന്തെങ്കിലും ആണതൊക്കെ. അപ്പം പിന്നെ നേന്ത്രപ്പഴം ഉണ്ടായിന്, അതിങ്ങനെ കട്ടാക്കിങ്ങാണ്ട് അങ്ങനെ വെച്ചുകൊണ്ട് അങ്ങനെ അതും ചെയ്തെടുത്തു. ഇന്നാണെങ്കിൽ ഒരു കാറ്ററിംഗ് വർക്ക് ഉണ്ട് കേട്ടോ, ഒരു 2 കിലോ ചിക്കൻ ബിരിയാണിക്ക്. അപ്പോൾ അതിനാണെങ്കിൽ ചെറിയൊരു പനിയൊക്കെ ഉണ്ട്. അന്നും രാവിലെ ഡോക്ടറെ കൊണ്ടുപോയി കാണിച്ച് വന്നിട്ടാണ് പിന്നെ ഞാൻ ബിരിയാണിയൊക്കെ ഉണ്ടാക്കിയെടുക്കുന്നത്. ഇത് നമ്മളെ സ്ഥിരം കൊണ്ടുപോകണ കസ്റ്റമറാണ്. അപ്പോൾ ഞാൻ വേറെ ആൾക്കാർക്ക് ഞാൻ ആരൊക്കെയും ഏൽപ്പിച്ച് തരാമെന്നൊക്കെ പറഞ്ഞപ്പോൾ എങ്ങനെയെങ്കിലും നിങ്ങൾ തന്നെ ചെയ്തു തരികയാണെങ്കിൽ ചെയ്തു തരിക എന്നൊക്കെ പറഞ്ഞ് അങ്ങനെ നമ്മളെ സ്ഥിരം കൊണ്ടുപോകണ കസ്റ്റമറാണ്. അപ്പോൾ പിന്നെ നമ്മൾ ചെയ്ത് കൊടുക്കാനുള്ള നിവൃത്തിയില്ലല്ലോ. അപ്പോൾ ഞാൻ എന്തായാലും 2 കിലോനല്ലേ ഉള്ളൂ, അപ്പോൾ പിന്നെ അങ്ങനെ ചെയ്ത് കൊടുക്കാൻ വിചാരിച്ച് അങ്ങനെ 2 കിലോ റൈസും 3 കിലോ ചിക്കനും അങ്ങനെ കേട്ടോ ബിരിയാണി ഉണ്ടാക്കിയെടുക്കാൻ പറഞ്ഞത്. പിന്നെ അവർക്ക്
വേറെ ചിക്കൻ ഫ്രൈയും വേണം, അത് നിങ്ങൾക്ക് കയ്യുമെങ്കിൽ മതി അല്ലെങ്കിൽ വേണ്ടാന്ന് പറഞ്ഞു. എൻ്റെ അവസ്ഥ അവരോട് ഞാൻ പറഞ്ഞപ്പോൾ പറഞ്ഞ് കൈയാണെങ്കിൽ അത് ഉണ്ടാക്കി, അല്ലെങ്കിൽ ബിരിയാണി മാത്രമായാലും മതിയായിരുന്നു. പിന്നെ അവരങ്ങനെ പറഞ്ഞതല്ലേ വിചാരിച്ചാണ് ഫ്രൈക്കുള്ള ചിക്കനും വെട്ടി വാങ്ങിച്ചിരുന്നു. അപ്പോൾ അതും തയ്യാറാക്കി എടുക്കുകയാണ്. അപ്പോൾ ചിക്കൻ പൊരിച്ചുകൊണ്ടാണ് കേട്ടോ ബിരിയാണി ഉണ്ടാക്കിയെടുക്കുന്നത്. അപ്പോൾ ഞാൻ മഞ്ഞൾപ്പൊടിയും മുളകും പൊടിയും ഉപ്പൊക്കെ അങ്ങനെ നല്ല കായം പുരട്ടി വെച്ചുകൊണ്ട് അതൊന്ന് പൊരിച്ചെടുക്കുകയാണ്. ചിക്കൻ പൊരിച്ചുകൊണ്ട് നമ്മൾ ബിരിയാണി ഉണ്ടാക്കിയെടുക്കുമ്പോഴേ കുറച്ച് ചുടുവെള്ളം, ഒരു അര ഗ്ലാസ് ചുടുവെള്ളം എന്തായാലും ഒഴിച്ച് കൊടുക്കണം. അപ്പോൾ അല്ലെങ്കിൽ മസാല അടി പിടിക്കും. അപ്പം നല്ല ഗ്രേവിയിൽ വേണമെങ്കിൽ കുറച്ച് ചുടുവെള്ളം ഒഴിച്ച് കൊടുക്കണം. പച്ചവെള്ളം ഒരിക്കലും ഒഴിച്ച് കൊടുക്കരുത്, തിളച്ച വെള്ളം വേണം ഒഴിച്ച് കൊടുക്കാൻ.
ബിരിയാണിയൊക്കെ ദമ്മിട്ട് അതേപോലെ ചിക്കൻ ഫ്രൈ ചെയ്യാനുള്ള മസാലയൊക്കെ കായം പുരട്ടി അതും വെച്ചിട്ടുണ്ട് കേട്ടോ. അതിൻ്റെ ഇടയിൽ ഞമ്മക്കുള്ള ചോറ് ഉണ്ടാക്കിയെടുക്കുകയാണ്. അപ്പോൾ പെട്ടെന്ന് കുക്കറിൽ തേങ്ങാച്ചോറ് ഉണ്ടാക്കിയെടുക്കുകയാണ്. അപ്പം ഉമ്മ വന്നിക്കണം കേട്ടോ മിഥുനെ കാണാൻ വേണ്ടി കണ്ട്. അപ്പോൾ ഞാൻ എന്താട്ടി കുറച്ച് ചിക്കൻ ഉണ്ടായിനി. അപ്പോൾ അത് മുളകിടുകയും ചെയ്യാം. കുറച്ച് കുക്കറിൽ തേങ്ങാച്ചോറാക്കി കണ്ട് എന്നാൽ പെട്ടെന്ന് ഉണ്ടല്ലോ നമ്മൾ ഈ ബിരിയാണി ഉണ്ടാക്കലും ചിക്കൻ ഫ്രൈ ചെയ്യലും അങ്ങനെ ആയിട്ട് കുറേ സമയമായിരിക്കണം. അപ്പോൾ ഞാൻ അരിയും ഉലുവയും ഒക്കെ നല്ലോണം കേങ്ങാണ്ടേക്ക് കുറച്ച് തേങ്ങ മിക്സിൻ്റെ ജാറിലൊന്ന് ക്രഷ് ചെയ്തുകൊണ്ട് അതും ഇട്ടെടുത്ത് കുറച്ച് ഉപ്പും കുറച്ച് ചെറിയ ഉള്ളി ഉണ്ടല്ലോ അതും തൊലി കളഞ്ഞങ്ങാണ്ട് ഇട്ടെടുത്തുകൊണ്ട് നല്ലോണം കൈ വെച്ചുകൊണ്ട് നല്ലോണം ഞെരടിയിട്ട് പാകത്തിന് വെള്ളം ഒഴിച്ചുകൊണ്ട് അങ്ങനെ കുക്കറിൽ വേവിച്ചെടുക്കണം. അപ്പോൾ നമ്മളെ വിരലുണ്ടല്ലോ നമ്മളെ നടുവിരൽ മൂടുന്ന രീതിയിൽ വെള്ളം വേണം ഒഴിച്ചെടുക്കാൻ. ഒറ്റ വിസിലിന് വേവിച്ചെടുത്ത് നമ്മളെ പാകത്ത് നല്ല വേവിലുള്ള നല്ല എന്താ പറയുക പാകത്ത് വേവിലുള്ള തേങ്ങാച്ചോറ് റെഡിയാവും കേട്ടോ. കസ്റ്റമർ വിളിച്ചിന് അവർ വരുന്നുണ്ട് പറഞ്ഞാൽ അപ്പം സാധനങ്ങളൊക്കെ ഒന്ന് പാക്ക് ചെയ്യാണ്. അപ്പം ഈ സാധനങ്ങളൊക്കെ കൊണ്ടുപോയിട്ട് വേണം എനിക്ക് ക്ലീനിങ്ങും കാര്യങ്ങളൊക്കെ ഉണ്ട് ബാക്കി കിടപ്പുണ്ട് അതൊക്കെ ഒന്ന് ചെയ്യാൻ. അങ്ങനെ അതൊക്കെ കൊണ്ടുപോയി കഴിഞ്ഞു. പിന്നെ ഒരു 2 മണി 2:30 ആയപ്പം എൻ്റെ ക്ലീനിങ്ങും കാര്യങ്ങളും ചോറും കൂട്ടാനൊക്കെ ആയി. ഞങ്ങൾ ചോറ് ഇങ്ങനെ തിന്നിരിക്കുമ്പോൾ കുറച്ച് ഗസ്റ്റ് വന്നു കേട്ടോ എനിക്ക്. അപ്പോൾ അവരെ ഞങ്ങൾ ചില വീഡിയോയിലൊക്കെ കണ്ടിരിക്കണേ എൻ്റെ അനിയത്തി ഉണ്ടല്ലോ അനിയത്തിൻ്റെ ഉമ്മയും ഓളെ നാത്തൂൻ്റെ മക്കളും എല്ലാവരും പാടെ വന്നിനു. എൻ്റെ അമ്മ ഇവിടെ ഓൾറെഡി ഉണ്ടല്ലോ. അപ്പം പിന്നെ ഞമ്മക്ക് ഉണ്ടാക്കിയ ചോറ് അവർക്കും കുറച്ച് കൊടുത്തു. അവർ നാത്തൂൻ്റെ മോളെ കുടിരിക്കലുണ്ട്. അപ്പോൾ അതിന് സാധനം നമ്മളെ കടയിൽ നിന്ന് എടുക്കാൻ വേണ്ടിയാണ്ട് അങ്ങനെ വന്നതാണ്. അപ്പോൾ അവരങ്ങനെ ചോറൊക്കെ തിന്ന് കുറേ കഴിഞ്ഞപ്പോൾ അങ്ങനെ കടയിലേക്ക് പോയി. അപ്പോൾ വൈകുന്നേരം ഓല് നമ്മളെ ഗസ്റ്റല്ലേ അപ്പോൾ ചായയും കടയും എന്തെങ്കിലും ഉണ്ടാക്കി കൊടുക്കണ്ടേ. അപ്പം കുറച്ച് പായം ഉണ്ടായിന് അങ്ങനെ കുറച്ച് പഴംപൊരിയൊക്കെ ഉണ്ടാക്കി എടുക്കണം. അമ്മയാണ് ചുട്ടെടുക്കണത്. എമ്മയും വൈകുന്നേരം പോകും. അങ്ങനെ ഓലെ സാധനങ്ങളൊക്കെ പർച്ചേസിങ് കഴിഞ്ഞ് ഓലെ അസംസ്കാരവും കാര്യങ്ങളൊക്കെ കഴിഞ്ഞ് പിന്നെ ഞാൻ ചായയൊക്കെ കൊടുക്കണം. ചായ കുടിച്ചങ്ങാണ്ട് പിന്നെ ഓലും പോകും കേട്ടോ. ഓലും പോവും ഉമ്മയും പോവും. അപ്പം നമ്മളെ ആദ്യക്കുട്ടനൊക്കെ ഓലപ്പം ഇരുന്നുകൊണ്ട് അങ്ങനെ ചായ കുടിക്കണം. ഇതിൻ്റെ അനിയത്തിൻ്റെ വലിയ നാത്തൂന കേട്ടോ. അപ്പോൾ ഇത് ഭയങ്കര രസമാണ്. ഭയങ്കര എന്താ പറയുക ഇവളുണ്ടെങ്കിൽ നേരം പോണത് അറിയില്ല. എങ്ങനെ അറിയാം ആയിക്കോട്ടെ. അങ്ങനെ അവരൊക്കെ അവർ പോയി കഴിഞ്ഞാൽ ഉമ്മയും പോവുകയാണ്. അപ്പം ഉമ്മാനും മോനാണ് കൊണ്ടാക്കണത്. അപ്പോൾ റോട്ടിൽ പോയി നിൽക്കുകയാണ്. ഇപ്പോൾ അതും ഉണ്ടാവും ഒരു കൂട്ടക്കരച്ചിൽ ഉമ്മ പോകുമ്പോൾ. അപ്പം ഇന്നത്തെ വീഡിയോ ഇവിടെ വൈൻഡപ്പ് ചെയ്താലോ. അപ്പോൾ ഇൻഷാ അല്ലാഹ് മറ്റൊരു പുതിയ വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. അസ്സലാമു അലൈക്കും.